നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഓരോ ദിശയിലും ഏതേത് ദേവന്മാരെ പൂജിക്കണം എന്നതിനെ കുറിച്ചാണ്. ചില വ്യക്തികൾക്ക് ജാതകത്തിൽ ചില ഗ്രഹങ്ങൾ നല്ല ഫലങ്ങൾ ചെയ്യും. എന്നാൽ ചില വ്യക്തികൾക്ക് ജാതകത്തിൽ ചില ദശകൾ അനിഷ്ടഫലവും ഉണ്ടാകും. പക്ഷേ എങ്കിലും അനിഷ്ടഫലം ഉണ്ടാകുന്ന വ്യക്തികൾക്ക് ഏതൊക്കെ ദേവന്മാരെ പൂജിക്കാമെന്ന് കൂടിയാണ് ഈ ദശാഫലം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ആദിത്യ ദിശ ഒരു വ്യക്തിക്ക് അനിഷ്ടഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിന്റെ സൂചന 6-8-12 ഭാവങ്ങളിൽ നിൽക്കുന്ന ആദിത്യ ദശാകാലം വളരെയേറെ കഷ്ടനഷ്ടതകൾ ഉണ്ടാക്കുന്നു. ഈ ദശാകാലത്ത് പല രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടെങ്കിലും ആദ്യമേ ആ പരിഹാരങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ജാതകത്തിൽ ആദിത്യൻ ഏത് രാശിയിൽ നിന്നാലും അത് ശൈവമായി കണക്കാക്കേണ്ടതുണ്ട്. അർക്കശംഭുരുദാഹൃതോ അഖിലഗൃഹേശേർക്കോ യതി ദ്വന്ദ്വഫേ ദ്രേകാണേ പ്രഥമേ ഗുഹോത്ര കഥിതോ വിഘ്നേശ്വരോ മധ്യമേ എന്നുള്ള ഒരു നിയമപ്രകാരം അർക്കശംഭുരുദാഹൃതോ അഖിലഗൃഹേശേർക്കോ യതി ദ്വന്ദ്വഫേ എന്നുള്ള നിയമപ്രകാരം ആദിത്യൻ ഏത് രാശിയിൽ നിന്നാലും ശിവനായി കണക്കാക്കണം. എന്നാൽ ഉഭയരാശിയിൽ ആദ്യ ദ്രേക്കാണത്തിലാണെങ്കിൽ സുബ്രഹ്മണ്യനും രണ്ടാം ദ്രേക്കാണത്തിലാണെങ്കിൽ ഗണപതിയുമായി കണക്കാക്കേണ്ടതുണ്ട്. എന്നാൽ ദശാകാലങ്ങളിൽ ശിവനുമായി ബന്ധപ്പെട്ട പൂജകൾ തന്നെ ചെയ്യേണ്ടതാണ്. എങ്കിലും ഉഭയരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനും അതുപോലെ ഗണപതിക്കും ആദിത്യനും ചെയ്യണം. ഇവർ രണ്ടുപേർക്കും പൂജകൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ ആദിത്യ ദശാകാലത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് ഇനി അടുത്ത് പറയാം. ആദിത്യ ദശാകാലങ്ങളിൽ അനിഷ്ടസ്ഥാനത്ത് 6-8-12 ഭാവങ്ങളിൽ നിൽക്കുന്നവർ തീർച്ചയായും ശിവന് ജലധാര, അതുപോലെ പിൻവിളക്ക്, അതുപോലെ നവഗ്രഹ പൂജ, അത് ആദിത്യന് തന്നെ നവഗ്രഹ പൂജ കൊടുക്കാൻ പറ്റും. മിക്ക അമ്പലങ്ങളിലും നവഗ്രഹങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോയി നവഗ്രഹ അർച്ചന ചെയ്യാം. അതുപോലെ ആദിത്യ ദശയ്ക്ക് വേണ്ടിയിട്ട് മാണിക്യം എന്ന രത്നം ധരിക്കാവുന്നതാണ്. ഇതെല്ലാം വളരെ ഉത്തമമാണ്. സൂര്യദിശയിൽ ചെമ്പു നിറത്തോടു കൂടിയ വസ്ത്രങ്ങൾ നവഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. സൂര്യദിശാകാലങ്ങളിൽ ആദിത്യ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ഞായറാഴ്ച ക്ഷേത്രങ്ങളിൽ പോകുന്നത് വളരെ ഉത്തമമായി കണക്കാക്കുന്നു. അങ്ങനെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദിശയിൽ നിന്നും നമുക്ക് കരകയറുവാൻ സാധിക്കുമെന്ന് തന്നെ പറയാം. അടുത്തതായി ഞാൻ പറയുന്നത് ചന്ദ്രദശാ കാലഘട്ടത്തെ കുറിച്ചാണ്. 10 വർഷമാണ് ചന്ദ്രദശാ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ ദൈവങ്ങളെ പൂജിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് പറയുന്നത്. ദുർഗാശീതകരോ ബലീസ വിബലഹ കാളീസ ഏവാബല എന്നുള്ള നിയമപ്രകാരം ഈ പക്ഷബലമില്ലാത്ത ചന്ദ്രന് ഭദ്രകാളിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പല രീതിയിലുള്ള ഭദ്രകാളിയാവാം. ജാതകത്തിൽ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുമായി ബന്ധപ്പെട്ട ഭദ്രകാളിയാവാം. ആ രാശിക്ക് ഒരു ഫലമുണ്ട്, ആ ഫലത്തിൽ പറയുന്ന ഭദ്രകാളി സ്വരൂപമാവാം. അതെല്ലാം വേണം ചിന്തിക്കാൻ. അതുപോലെ ദുർഗാദേവിയെ ചിന്തിക്കുമ്പോഴും അതുപോലുള്ള കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വേണം വഴിപാടുകൾ ചെയ്യേണ്ടത്. പക്ഷബലമുള്ള ചന്ദ്രദശാ കാലഘട്ടമാണെങ്കിൽ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു. ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുകയും അതോടൊപ്പം നാരങ്ങാവിളക്ക് കത്തിക്കൽ നടത്തുന്നതും പൊങ്കാലയിടുന്നതും മറ്റ് അർച്ചനകൾ നടത്തുന്നതും വെള്ളപ്പൂക്കൾ സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായി കണക്കാക്കുന്നു. അതുപോലെ നവഗ്രഹങ്ങൾ ഉള്ള അമ്പലമാണെങ്കിൽ നവഗ്രഹ പൂജ നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. നവഗ്രഹങ്ങളിൽ ചന്ദ്രന് വെള്ളപ്പട്ടുകൾ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞാൽ പക്ഷബലമില്ലാത്ത ചന്ദ്രദശാകാലത്ത് ഭദ്രകാളിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അവിടെ ചെയ്യാവുന്ന അർച്ചനകളും വഴിപാടുകളും, അതുപോലെ മധുപൂജയുള്ള ക്ഷേത്രമാണെങ്കിൽ
മധുപൂജ നടത്തുന്നതും കുങ്കുമാർച്ചന നടത്തുന്നതും വളരെ ഉത്തമമായി. പക്ഷബലമില്ലാത്ത ചന്ദ്രദശ കാലഘട്ടത്തിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമവുമാണ്. കഴിയും വിധം ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു. ഈ 10 വർഷക്കാലം നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബാക്കിയുള്ള ദശാകാലഘട്ടങ്ങളുടെ പരിഹാരങ്ങൾ വരും വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.